നമസ്കാരം. CPM-ന്റെ വിവിധ സമ്മേളനങ്ങൾ ഇനിയിപ്പോൾ സംസ്ഥാന സമ്മേളനം നടക്കാനുണ്ട്. അതിനു മുൻപായി നടന്ന നിരവധി സമ്മേളനങ്ങൾ, ഈ സമ്മേളനങ്ങളിലൊക്കെ തന്നെ സഖാക്കൾക്കെതിരെ ഉയർത്തിയ കാര്യങ്ങളൊക്കെ പലപ്പോഴും ചർച്ചയായിട്ടുണ്ട്. പക്ഷേ ആത്യന്തികമായി CPM-ന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കേരളത്തിൽ BJP-യെ തകർക്കലാണ് എന്നുള്ളതാണ് ഈ സമ്മേളനങ്ങളുടെയൊക്കെ ഒരു ആകത്തുക നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. CPM-ന് കോൺഗ്രസിനെ അങ്ങനെ ഒഴിവാക്കാനാവില്ല, മുസ്ലിം ലീഗിനെ ഒരിക്കലും ഒഴിവാക്കാനാവില്ല, വെൽഫെയർ പാർട്ടിയെയും SDP-യെയും ഒരിക്കലും ഒഴിവാക്കാനാവില്ല. CPM-ന് ആകെ തകർക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ കഴിയും എന്നവർ പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിയെയും അതുപോലെ സംഘപരിവാർ സംഘടനകളെയും. എത്രയോ കാലം ഇവിടെ RSSനെ തകർക്കാൻ, പ്രത്യേകിച്ചും കണ്ണൂരും അതുപോലെ പല മേഖലകളിലും പല രീതിയിൽ പലതും പയറ്റിയിട്ടും ഒന്നും നടന്നില്ലല്ലോ. ഇനിയിപ്പോൾ MV ഗോവിന്ദൻ മാസ്റ്ററുടെ ഈ ഒരു പൂതി നടപ്പിലാവും എന്ന് തോന്നുന്നില്ല. കാരണം സുസംഘടിതമായ ഒരു ശക്തി, അതാണ് ഭാരതീയ ജനതാ പാർട്ടിയും സംഘ പ്രസ്ഥാനങ്ങളും മുന്നോട്ട് വയ്ക്കുന്നത്. ജനങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് ഇപ്പോൾ ഇവിടുത്തെ സ്വാഭാവികമായ രാഷ്ട്രീയ കാലാവസ്ഥ മൂലം പലപ്പോഴും സംഘ പ്രവർത്തകർക്കും അതുപോലെയുള്ള BJP പ്രവർത്തകർക്കുമൊക്കെ പല രീതിയിൽ സാമൂഹ്യമായ പല എതിർപ്പുകളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ പോലും കൃത്യമായ അടിത്തറ വാങ്ങി, അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. കണ്ണൂരും അതുപോലെയുള്ള മേഖലകളിലും ആലപ്പുഴയിലും കൊല്ലത്തും തിരുവനന്തപുരത്തും കോട്ടയത്തുമൊക്കെ BJP-യിലേക്ക് വോട്ടിങ്ങിനെ ഒഴുകിപ്പോയി എന്ന് പറഞ്ഞത് CPM-ന്റെ നേതാക്കൾ തന്നെയാണ്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെയാണ്. അദ്ദേഹത്തെ കൂടി ഇരുത്തിക്കൊണ്ടാണ്, മുഖ്യമന്ത്രിയെ കൂടി ഇരുത്തിക്കൊണ്ടാണ് അതൊക്കെ പറഞ്ഞത്. കണ്ണൂരിലെ പല മേഖലകളിലും പാർട്ടിയുടെ വോട്ട് ബാങ്ക് അല്ലെങ്കിൽ പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയെ പേടിച്ച് വോട്ട് ചെയ്യുന്ന ആളുകൾ വോട്ട് ചെയ്തില്ല, അവർ BJP-ക്ക് വോട്ട് ചെയ്തു. ഒന്നാമത്തെ കാര്യം, പാർട്ടിയായിരിക്കണം. ജനകീയമായ ഒരു പാർട്ടി എന്ന് അവർ തന്നെ പറയുന്നുണ്ട് എങ്കിലും, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ നിൽക്കുന്ന ഒരു പാർട്ടി, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി എന്ന് അവർ ഉദ്ഘോഷിക്കുമ്പോഴും ഇത് ജനവഞ്ചകരും ജനദ്രോഹികളുമായ ആളുകൾ നിറഞ്ഞു നിൽക്കുന്ന പാർട്ടി എന്നുള്ളത് അനുഭവത്തിൽ സാധാരണക്കാർക്ക് മനസ്സിലായി. അത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ BJP-യെ തകർക്കുക വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും തുടർന്ന് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിലും ഇനിയിപ്പോൾ അടുത്ത് നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലുമൊക്കെ BJP-യെയും RSSനെയും അതുപോലെ സംഘ പ്രസ്ഥാനങ്ങളെ തകർക്കുക എന്നുള്ള അജണ്ട മുൻനിർത്തിയാണ് CPM മുന്നോട്ട് ഇറങ്ങുന്നത് എന്ന് കേൾക്കുന്നു. ഇത് CPM-ന്റെ അടുത്ത തെറ്റായ ചുവടുവയ്പ്പാണ്. എന്ത് രീതിയിൽ പയറ്റും എന്ന് നമുക്കറിയില്ല, അല്ലെങ്കിൽ എന്ത് തന്ത്രം പയറ്റും എന്ന് നമുക്കറിയില്ല. എന്നാൽ പോലും വളർന്നു വരുന്ന, ശക്തമായി ജനങ്ങൾക്കിടയിൽ വേരൂന്നിക്കൊണ്ട് വളർന്നു വരുന്ന പ്രസ്ഥാനങ്ങളെ തകർക്കാൻ ഇറങ്ങി പുറപ്പെടുന്നതിന് പകരം നിങ്ങൾ തകരാതെ നോക്കുക, നിങ്ങളുടെ അണികൾ ചോർന്നു പോവാതെ നോക്കുക. നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത്, നിങ്ങൾ ഈ കേരള ജനതയുടെ കണ്ണിൽ നിന്ന് അപ്രത്യക്ഷരാകാതെ നോക്കുക. കാരണം വേറെങ്ങുമില്ല ഈ സാധനം. കമ്മ്യൂണിസം അല്ലെങ്കിൽ CPM എന്ന സാധനം വേറെങ്ങും കാണാനില്ല. ബംഗാളിൽ എവിടെയാണെന്ന് മഷിയിട്ട് നോക്കണം. അപ്പോൾ ആ അവസ്ഥയിൽ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ആദ്യം നോക്കേണ്ടത് നിങ്ങളുടെ നിലനിൽപ്പാണ്. അതിനുശേഷം BJP-യെയും RSSനെയും ഒക്കെ തകർക്കാനും അവർക്കെതിരെ നിൽക്കാനും അവരെ ഇല്ലാതാക്കാനും കേരളത്തിൽ RSS BJP വിമുക്ത കേരളം ഉണ്ടാക്കാനും ഒക്കെ ശ്രമിച്ചുകൊള്ളു. ആദ്യം സ്വയം തകരാതെ നോക്കാൻ ശ്രമിക്കുക. സ്വന്തം കാലിനടിയിൽ നിന്ന് മണ്ണൊലിച്ചു പോകുന്നത് നിങ്ങൾ കാണുന്നില്ല, നിങ്ങളത് കാണണം. മുതിർന്ന സഖാക്കൾ പലപ്പോഴും അത് പറഞ്ഞിട്ടുണ്ട്, ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. നിങ്ങളാരും വകവെച്ചിട്ടില്ല, ഗൗനിച്ചിട്ടില്ല. പക്ഷേ നിങ്ങളുടെ കാൽച്ചുവട്ടിൽ ഒരു നുള്ളു മണ്ണ് പോലും ഇല്ലാത്ത അവസ്ഥ വരും. എന്നിട്ട് BJP-യെയും RSSനെയും ഒക്കെ കേരളത്തിൽ നിന്ന് ഇല്ലാതാക്കാം. അതല്ലേ നല്ലത്? Branding partner Kohna, Coalition of Hindus of North America. EduBix, Online Executive Education. Focus, Physiotherapy Center, Pattam. Unnat Engineering, Gujarat. Tirthayatra.com. Iron Build, Gujarat. Powered by Jyotis, Realizing Your Dream Home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Achigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.